അന്ന് ബർത്ത്ഡേക്ക് ഇവിടെ വന്നപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടതുവാ, ഈ അഭിനയമൊക്കെ കഴിയുമ്പോ മാഡത്തിന് തന്നെ അതൊരു ബാധ്യത ആവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. രാജാറാം സർ പറഞ്ഞത് അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കി. ഞാൻ മറുപടി പറയാം. ഇന്ന് ഓഫീസിൽ നടന്നതൊക്കെ തികച്ചും യാദൃച്ഛികമൊന്നുമല്ല. ആരുമില്ലാത്തൊരു പെൺകുട്ടിയെ പറ്റിച്ചതിന് അവൾക്ക് തോന്നിയൊരു ഫ്രസ്ട്രേഷൻ, ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ഒരാളെ കാത്തിരുന്നിട്ട് ഒടുവില് എല്ലാം വെറുതെ ആയിരുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടായ ഒരു തരം ദേഷ്യം, പ്രതീക്ഷിച്ചവരാരും കൂടെ ഇല്ല എന്നുള്ള തിരിച്ചറിവും, എല്ലാം കൂടി ആലോചിച്ചപ്പോ കയ്യിൽ നിന്നില്ല രാജാറാം സർ. ശ്രീലക്ഷ്മി ഓഫീസിലുണ്ടായതുകൊണ്ട് ഒരു പരിധി വരെ ഞാൻ പിടിച്ചു നിന്നെങ്കിലും പിന്നീട് എപ്പോഴോ ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. മനസ്സിലായി സാന്ദ്ര മാഡം. ഇങ്ങോട്ടൊന്ന് ഞാനിത് ചോദിക്കുമ്പോ മാഡം എന്തുത്തരം പറയൂന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ക്ലിയറായി. ഇനി നിന്നാ നമ്മൾ രണ്ടാളും ഓഫീസിലെത്താൻ ലേറ്റ് ആവും. ഞാൻ ഇറങ്ങുവാ. മാഡവും പോയി ഫ്രഷ് ആയിട്ട് വേഗം ഓഫീസിലേക്ക് വാ. ശരി. എന്തോ സർ, എന്താ സാറിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? ഈ യാത്ര സാറിന് ബുദ്ധിമുട്ടായോ? സാറിന് ഈ നാട്ടിലേക്ക് വന്നത് ഇഷ്ടായില്ലേ? എന്തേലും പ്രശ്നമുണ്ടോ? സാറിനെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുവന്നുകൊണ്ടാണോ സാറ് ഒന്നും മിണ്ടാത്തത്? സാർ, സോറി സാർ. ശ്രീലക്ഷ്മി, സോറി. ഞാൻ മറ്റെന്തൊക്കെയോ ചിന്തിച്ചിരിക്കുകയായിരുന്നു. താൻ എന്തൊക്കെയാ പറയുന്നത്? തന്നോടൊപ്പം വരാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ താൻ ഈ ക്ഷേത്രത്തിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ എതിരൊന്നും പറയായിരുന്നു. ഞാൻ ആലോചിച്ചിരുന്നത് നമ്മുടെ കുടുംബത്തെക്കുറിച്ചാണ്. ഒരു ഉറുമ്പിന് പോലും ഉപദ്രവമുണ്ടാകുമെന്ന് ചിന്തിക്കുന്ന നമ്മളുടെ കുടുംബത്തിന് എന്തൊക്കെ സാഹചര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഐ വാസ് തിങ്കിങ് അബൌട്ട് ദാറ്റ് ശ്രീലക്ഷ്മി. പാവം അമ്മ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. വിഷമിക്കണ്ട സർ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ ക്ഷേത്ര സന്ദർശനം ഒരു പരിഹാരം ഉണ്ടാക്കി തരുന്ന എന്റെ വിശ്വാസം. സാർ ഒന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനില്ലേ സാറിന്റെ കൂടെ? എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി അന്വേഷിച്ചാണ് സർ നമ്മുടെ ഈ യാത്ര. ആ ഫോട്ടോയിലുള്ള രാഗസുതയെ കണ്ടെത്തുന്നതോടെ എന്റെ അന്വേഷണങ്ങൾക്കൊരു പുതിയ വഴിത്തിരിവുണ്ടായി. എത്രയും വേഗം ഞാൻ എന്നെ രാജനന്ദിനെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കും. അതോടെ എല്ലാ പ്രശ്നങ്ങളും മാറി പുതിയൊരു ജീവിതം നമുക്കുണ്ടാവും സർ. എന്റെ പൊന്ന് കൃഷ്ണൻകുട്ടി, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കയ്യിൽ ഇനി ഒരു നയാ പൈസ ഇല്ല. ഉള്ള പൈസയല്ലേ ഞാൻ തന്നത്. കൃഷ്ണൻകുട്ടി, ദൈവത്തിന്റെ പേരും വച്ചിട്ട് ഇങ്ങനത്തെ വർത്താനം പറയല്ലേ. ഹലോ ഹലോ കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടി, ഹലോ. കയ്യിലുള്ള കാശെല്ലാം തീർന്നല്ലോ. 25 ലക്ഷം തീരാ 25 ദിവസം പോലും വേണ്ടി വന്നില്ല. ആ രേഖ മാഡത്തിനെ ഒന്നുകൂടി എങ്ങനെയെങ്കിലും സോപ്പിടണം. പൊന്മുട്ടയിടുന്ന ഒരു താറാവാണത്. കൊല്ലാതെ കുറച്ച് ഏഷണി, കുറച്ച് കുശുമ്പും കുന്നായ്മയും, കുറച്ച് പകയും വിദ്വേഷവും ഉണ്ടാക്കുന്ന രീതിയിൽ സോപ്പിട്ടിങ്ങെടുത്താൽ കാശ് ഒഴുകി ഒഴുകി വന്നോളും. ഞാനിവിടെ വന്ന നാളിരുന്ന് മുടങ്ങാതെ എന്നും രാഗസുത കോവിലേക്ക് വരാറുണ്ട്. അപ്പോ ഇന്ന്
ഇന്നും വരുമല്ലേ? വരും കുഞ്ഞെ. രാഗസുധയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ തിരക്കി വന്ന ദിവസമല്ലേ ഇന്ന്. ഇന്ന് രാഗസുധ വരും. അങ്ങനെയെങ്കിലും ആ കുട്ടിയുടെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ തിരഞ്ഞു നടന്ന് എന്റെ അനിയത്തി രാഗസുധയുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടുകൂടി രാജനന്ദിനിയായി ശ്രീലക്ഷ്മി പുനർജനിച്ചപ്പോ ഒരു കാര്യം ഉറപ്പ്, ഇനി നടക്കാൻ പോകുന്നത് ഊഹത്തിനും അപ്പുറമുള്ള സംഭവങ്ങളാവും. എന്റെ ഭർത്താവ് രവി സാറിനും എന്റെ അനിയത്തി രാഗസുധയ്ക്കും താങ്ങും തണലുമാകേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം രണ്ടാണ്, ഭാര്യയായും ചേച്ചിയായും. ഇതേതോ വലിയ ഓഫീസാണെന്ന് തോന്നുന്നല്ലോ. രാജാറാം സർ, രവി സാർ പറഞ്ഞ ഫയല് കിട്ടിയിട്ടുണ്ട്. സാർ ഒന്ന് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ. ഓക്കെ മാഡം, വരൂ. മുത്തുമാരിയമ്മ എന്റെ പ്രാർത്ഥന കേട്ട് ഞാൻ അറിയാതെ ഞാൻ തിരിഞ്ഞു നടന്ന എന്റെ ശത്രുവിനെ എന്റെ മുന്നിൽ തന്നെ എത്തിച്ചു തന്നു. ഇനി എന്റെ ഊഴവ. വർഷങ്ങളായി ഞാൻ രാഗി മിനുക്കി വെച്ചിരുന്ന എന്റെ പകയിൽ നീറി ഒടുങ്ങുമ്പോ രവിചന്ദ്രവർമ്മൻ എന്ന നീ തിരിച്ചറിയണം. നീ ജീവനെടുത്ത രാജനന്ദിനിക്ക് സ്വയം ജീവൻ നഷ്ടപ്പെടുത്തിയും നിന്റെ ഉയിരെടുക്കാൻ പ്രാപ്തിയുള്ള അനിയത്തി രാഗസുധ ഉണ്ടായിരുന്നു എന്ന്. എക്സ്ക്യൂസ് മീ, അയ്യോ, ആരാ നിങ്ങള്? ആരെങ്കിലും വിളിച്ചിട്ട് വന്നതാണോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ആരാ നിങ്ങള്? എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഹലോ, ഏയ് ഹലോ, സെക്യൂരിറ്റി, സെക്യൂരിറ്റി. ഓഫീസിനകത്ത് ഏതോ ഒരു അൺനോൺ പേഴ്സൺ എത്തിയിട്ടുണ്ട്. ഇന്ന് വിസിറ്റേഴ്സ് ആരെങ്കിലും അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടോ? വിസിറ്റേഴ്സ് ആരുമില്ല മാഡം. ലോഡിന്റെ ബില്ല് വാങ്ങാൻ ലോറിക്കാർ മാത്രമേ ഇപ്പൊ വന്നുള്ളൂ. ലോറിക്കാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു അൺനോൺ ലേഡി പെർമിഷൻ ഓർ വിതൗട്ട് പെർമിഷൻ ഈ ഓഫീസ്
കണ്ടോ? ഇല്ല മാഡം, ഞാൻ നമ്മുടെ ഓഫീസിന്റെ എല്ലാ ഭാഗത്തും നോക്കി, എവിടെയും മാഡം പറഞ്ഞ പോലെ ഒരാളെ കണ്ടില്ല. അപ്പോ എന്റെ തോന്നലാണെന്നാണോ താനീ പറഞ്ഞു വരുന്നത്? ഒരു സ്ത്രീ അനുവാദമില്ലാതെ നമ്മുടെ ഓഫീസിൽ കയറിയിട്ട് ഞാൻ പിന്നിൽ നിന്ന് വിളിച്ചിട്ട് നിൽക്കാതെ ഓഫീസിനകത്തേക്ക് കയറിപ്പോയെന്ന് പറയുമ്പോ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവാത്തത്? ഞാൻ ഓഫീസെല്ലാം അരിച്ചു പറക്കി മാഡം, പക്ഷെ കണ്ടില്ല. അനുവാദമില്ലാതെ അകത്ത് കയറി അവളെ കൈയോടെ പിടിക്കണം. വരുന്നവർക്കും പോകുന്നവർക്കും കയറിനിറങ്ങാൻ ഇത് സത്രമൊന്നുമല്ല. പോയി നോക്ക്. ശരി മാഡം. ഐ വാണ്ട് വിത്തിൻ ഹാഫ് ആൻ അവർ. ഗോ സെർച്ച്. ഓക്കെ. ആരാണ് സ്ത്രീ? അവര് പിന്നെ എങ്ങോട്ടാ പോയത്? രവിചന്ദ്രവർമ്മൻ, നീ കാണുന്നതിന്റെയൊക്കെ അവകാശി. വിശ്വാസം എന്ന 3 അക്ഷരത്തിന്റെ ബലത്തിൽ നീ തുടങ്ങിയതെല്ലാം മരണമെന്ന 3 അക്ഷരം കൊണ്ട് ഞാൻ തീർക്കും. ബർമൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഈ ഓഫീസിലേക്ക് വൈസ് പ്രസിഡന്റായി നെഞ്ചു വിരിച്ച് കയറി വരേണ്ട ഞാൻ ഇപ്പൊ വന്നത് ഒളിഞ്ഞും പാത്തും. അതിന് ഒരേ ഒരു കാരണക്കാരൻ നീയാ. അഹങ്കാരത്തിലും ആർഭാടത്തിലും മതിമറന്ന് സർവവും അടക്കി ഭരിച്ച് എല്ലാത്തിന്റെയും സർവാധിപനായി സിംഹാസനത്തിൽ ഇരിക്കുന്ന നീ സമ്പാദിച്ചതാണോ ഇതൊക്കെ? അല്ല, നിന്നെ സ്നേഹിച്ചതിന് ദാരുണമായിട്ട് നീ കൊന്നു കളഞ്ഞ എന്റെ ചേച്ചിയുടെതാ രാജനന്ദിനിയുടേത്. നിന്നെ കാണാൻ ഒത്തില്ലെങ്കിലും ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിന്നെ വേട്ടയാടി പിടിക്കും ഈ രാഗസുധ. നെഞ്ചു പൊട്ടിക്കരഞ്ഞ് ഈ നാട് വിട്ടുപോയ രാഗസുധ അല്ല ഇത്. ഇനി ഒരിക്കലും കരയില്ലാന്ന് ശപഥം ചെയ്ത രാജനന്ദിനിയുടെ അനിയത്തിയ. എനിക്ക് വേണ്ടത് ജീവനില്ലാത്ത നിന്റെ ഈ ഫോട്ടോ അല്ല, ജീവനുള്ള നിന്നെയാണ്. ഇത്രയും സെക്യൂരിറ്റീസ് ഉള്ള ഈ ഓഫീസിൽ ഒരു അൺനോൺ ലേഡി കയറിയിട്ട് ഇതുവരെ അവരെ പിടിക്കാനും കഴിഞ്ഞിട്ടില്ല, കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. തനിക്കൊക്കെ ഇവിടെ എന്താടോ ജോലി? ഞാൻ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു സാർ. നൈറ്റ് ഷിഫ്റ്റ് കുറച്ചുപേരുണ്ടായിരുന്നോണ്ട് ഞാനത് ശ്രദ്ധിച്ചില്ല. സോറി സാർ. ഒരു സോറി സാർ. സാന്ദ്ര മേഡം, എന്തായിരുന്നു അവരുടെ വേഷം? ചിലപ്പോ അറിയാതെ കയറിയ ആരെങ്കിലും ആണെങ്കിലോ? സർ, ദാവണി പോലൊരു വേഷമാണ് ആ സ്ത്രീ ധരിച്ചിരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവരറിയാതെ കയറിയതാണെന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ വിളിച്ച സമയത്ത് അവര് നിൽക്കേണ്ടതല്ലേ? എന്നെ കണ്ടിട്ട് അവര് വേഗത്തിൽ കോറിഡോർ വഴി നടന്നുപോയി. അപ്പോ അവര് പുറത്തേക്ക് പോയി കാണണം മേഡം.
ഇത്രയും സമയം ഈ ഓഫീസിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല രാജാറാം സർ, ഐ എം ഡാം ഷുവർ അവർ ഇതിനകത്ത് എവിടെയോ ഉണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. എല്ലാവരും അവരവരുടെ പ്ലേസുകളിലേക്ക് പോയി ജോലി ചെയ്തോളൂ. ഓക്കെ സാർ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ സാന്ദ്ര മാഡം. മാഡത്തിന്റെ ഉറപ്പ് കേട്ടിട്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു. പോലീസിനെ വിളിക്കണോ സർ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്. പ്രത്യേകിച്ചും രവിയും കൂടി ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു ന്യൂസ് ആക്കണ്ട. മാഡം പോയി ജോലി ചെയ്തോളൂ. Are you sure, sir? യെസ് മാഡം, 100% ഷുവർ. അങ്ങനെ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ ഈ രാജാറാം കണ്ടുപിടിച്ചിരിക്കും. ആര്, എന്തിന്? 2 ചോദ്യം, 2 ഉത്തരം. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതേത് സ്ത്രീയായാലും ജീവനോടെ ആവില്ല ഓഫീസിന് പുറത്തേക്ക് വരുന്നത്. ഹലോ എവരിവൺ, ലിസൺ ടു മീ. നിങ്ങൾ എല്ലാവരും ഉടൻ തന്നെ ഓഫീസിൽ നിന്ന് പോണം. ബാക്കി ജോലിയൊക്കെ ഇനി നാളെ ചെയ്താൽ മതി. പക്ഷേ സാർ, ഇതൊരു ഇമ്പോർട്ടന്റ് വർക്കാണ് നടക്കുന്നത്. നാളത്തേക്ക് പെൻഡിങ്ങിലാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ മറുപടി പറഞ്ഞോളാം. ഇപ്പൊ ജസ്റ്റ് ഡു വാട്ട് ഐ സെഡ്. ക്ലിയർ ഔട്ട് ഫ്രം ഹിയർ. എന്താ രാജാറാം സർ, എന്തിനാ ഇവരെയൊക്കെ പറഞ്ഞു വിടുന്നേ? ഇവര് മാത്രമല്ല സാന്ദ്ര മാഡം, മാഡവും ഉടനെ ഇവിടെ നിന്ന് പോണം. സെക്യൂരിറ്റി സാർ, നിങ്ങൾക്ക് ഇനി ഇവിടെ ഡ്യൂട്ടി ഇല്ല. ഓക്കെ സാർ. ജസ്റ്റ് ക്ലിയർ ഔട്ട്. ശരി സാർ. But why, sir? May I know the reason? സോറി മാഡം, വിശദീകരിച്ച് നിൽക്കാനോ സംസാരിച്ചു നിൽക്കാനോ സമയമില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. എന്താ രാജാറാം സർ ഇത്? ഇന്ന് രാത്രി ചെയ്തു തീർക്കേണ്ട പല ജോലികളും ഉണ്ട് ഇവിടെ. ഇതെന്താ സാർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? സാറിനെന്താ ഒരു ടെൻഷൻ പോലെ? സാന്ദ്ര മാഡം പ്ലീസ്. നജീബ്, യു ക്യാൻ ലീവ് നൗ. ശരി സാർ. സാന്ദ്ര മാഡം, ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ലെറ്റ്സ് ടോക്ക് ടുമാറോ. ഓക്കെ. ഇതെന്താ രാജാറാം സാർ ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നേ? സംതിങ് റോങ്. ഇവിടെ വന്ന് കയറി ആ ഫോൺ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക. സാറിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? എന്തേലും പ്രശ്നമുണ്ടോ? എന്ത് പറ്റി സർ? നത്തിങ് ശ്രീലക്ഷ്മി, തനിക്ക് തോന്നുന്നത് ഐ ആം ഓക്കെ. ഞാനിങ്ങനെ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. എന്താ സർ ഇത്? ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവിടെ രാജാറാം സാറും സാന്ദ്ര മാഡം ഒക്കെ ഇല്ലേ? സാർ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? സാറിനോടൊപ്പം ഒരു യാത്രയൊക്കെ ചെയ്ത് ഫ്രീ ആവാന്ന് കരുതിയാ ഞാനിവിടെ വന്നത്. ഇവിടെ വന്നിട്ടും സാർ അവിടുത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നു. ഇനി അതല്ല, അത്രയും ഇമ്പോർട്ടന്റ് ആയ വർക്ക് വല്ലതും നാളെ ഉണ്ടെങ്കിൽ നമുക്ക് നാളെ രാവിലെ തന്നെ മടങ്ങാം. അതിന്റെ ഒന്നും ആവശ്യമുള്ളൂ. ഇനി അതും പറഞ്ഞ് ശ്രീലക്ഷ്മിക്കുട്ടി പണം കണ്ട നോക്കേ, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഗുഡ് ബൈ. ഞാനൊരു കാര്യം പറയട്ടെ? എന്താ?
പണ്ട് ഇതുപോലൊരു റൂമിൽ വെച്ച് സാർ എന്നോട് ഇഷ്ടം തുറന്നു പറഞ്ഞത് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റൂ? അന്ന് സാറ് പറഞ്ഞതൊക്കെ ഞാൻ ഉറങ്ങിക്കിടക്കാന്ന് കരുതിയിട്ടല്ലേ? ഇപ്പോ അതുപോലൊരു രാത്രി ഞാനും സാറും. ഞാൻ ദേ ഇവിടെ അന്നത്തെ പോലെ കിടക്കാം. സാർ അന്ന് പറഞ്ഞ പോലെ എന്നോട് ഒന്നുകൂടി ഇഷ്ടമാന്ന് പറയോ? അതെന്തിനാണോ? കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഭാര്യ ഭർത്താവ് എന്ന ഭാരിച്ച ഉത്തരവാദിത്വം കാരണം പഴയ ശ്രീലക്ഷ്മിയെയും പഴയ രവിസാറിനെയും പലപ്പോഴും നഷ്ടപ്പെടുന്ന പോലെ. ആ, അതെനിക്കും തോന്നിയായിരുന്നു കേട്ടോ. ആ, അതിനാ ഞാൻ പറഞ്ഞത്. ആ ഒരു സീൻ മാത്രം നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്യാം. ഓക്കെ? ഓക്കെ. ശ്രീലക്ഷ്മിക്കറിയോ, സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ മൂടിവെച്ചൊരു സത്യം തന്നോട് ഞാൻ പറയാൻ പോവാ. എനിക്ക് ശ്രീലക്ഷ്മിയെ ഒരുപാട് ഒരുപാട് ഇഷ്ടം. തിരുമേനി, ആ ഇന്നലെയും ഇന്ന് ഇത്ര നേരായിട്ടും രാഘവസൂതെ കണ്ടില്ലല്ലോ തിരുമേനി? സാധാരണ അങ്ങനെ കോവിലേക്ക് വരാതിരിക്കുന്നതല്ല, വരും, എന്നും വരാറുള്ളതാ. ഇനി എന്തു പറ്റി? വേറെ എവിടേക്കെങ്കിലും പോയതായിരിക്കോ? രാഗസുധയെ കുറിച്ച് അറിയാൻ മോൾ ഇത്രയും ആഗ്രഹിക്കുന്നതുകൊണ്ട് ചോദിക്കുക. മോള് രാഗസുധയുടെ ആരാ? ഞാൻ രാഘവസുധയുടെ ചേച്ചിയാ. രാഗസുധയുടെ ചേച്ചിയോ? രാജനന്ദിനി അല്ലാതെ തനിക്ക് വേറെ ആരുമില്ലെന്നാണല്ലോ രാഗസുധ എന്നോട് പറഞ്ഞത്. പ്രായത്തിലും രാഗസുധയേക്കാൾ ചെറുപ്പമാണല്ലോ കുട്ടി. പിന്നെങ്ങനെ? രാഘവസുധ പറഞ്ഞ രാജനന്ദിനി ഞാൻ തന്നെയാ. എന്റെ അനിയത്തിയാ രാഘവസുധ. എന്നമ്മാ സൊല്ലേ? രാജനന്ദിനി മരിച്ചു പോയതല്ലേ? പിന്നെ എങ്ങനെയാ? ഞാൻ പറഞ്ഞത് സത്യമാണ് തിരുമേനി. രാഘവസുധ പറഞ്ഞ് ആ രാജനന്ദിനി ഞാൻ തന്നെയാ. ഇവിടെ എത്തുന്നവരെ രാഘവസുധ എന്റെ അനിയത്തിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോൾ ഒന്നും വിചാരിക്കരുത്. എന്താ തിരുമേനി? രാഗസുധയെ മോൾക്ക് പരിചയം കാണുമായിരിക്കാം, പക്ഷേ രാജനന്ദിനിയാണ് മോളെന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ രാഗസുധയെ കാണുമ്പോൾ പറയരുത്. അത് ആ കുട്ടിക്ക് വലിയ വിഷമമുണ്ടായെന്ന് വരും. ഇതൊക്കെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അറിയാം തിരുമേനി, ഞാൻ പറയാൻ പോകുന്നത് രാഘവസുധയ്ക്ക് ഏറെ സന്തോഷമേകുന്ന കാര്യങ്ങളായിരിക്കും. നല്ലത്. ഒരുപാട് വിഷമിക്കുന്ന ഒരു പാവം പെൺകുട്ടിയാണ് രാഗസുധ. എന്തായാലും മോള് കാത്തു നിൽക്ക്, രാഗസുധ വരും. പിന്നെ തിരുമേനി, രാഘവസുധ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ. കുറെ നേരമായില്ലേ യാത്ര ചെയ്യുന്നു. ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് കായൽ കാറ്റ് കൊണ്ടുപോകാം. ഇറങ്ങി. സാറിങ്ങനെ മാറി ഒറ്റയ്ക്ക് നിന്ന് ആലോചിക്കാനാണോ എന്നോട് ഇറങ്ങാൻ പറഞ്ഞത്? ഞാൻ സാറിനോടൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറയണം. എന്താ? ഇന്നലെ മുതലേ ഞാൻ ശ്രദ്ധിക്കുക, സാറിന് ആകെ ഒരു മൂഡൌട്ട്. എന്താ സാർ? ഇനിയെങ്കിലും പറഞ്ഞൂടെ എന്താന്ന്? ഏയ്, അങ്ങനൊന്നുമില്ല. തനിക്ക് വെറുതെ തോന്നുക. തോന്നലൊന്നും അല്ല. അമ്പലത്തിൽ വെച്ച് ഞാൻ ശ്രദ്ധിച്ചു, സാറിനൊരു ധൃതി. ഇപ്പൊ ദേ വീടെത്താറായപ്പോ വണ്ടി നിർത്തി ഇറങ്ങി ഇന്ന് ആലോചിക്കുന്നു. എങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ? ആയിക്കോട്ടെ. എനിക്ക് വേറെ ടെൻഷൻ ഒന്നുമില്ല ശ്രീലക്ഷ്മി. ഇവിടെ നിന്ന് പോയി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് കാറ് എങ്ങോട്ട് തിരിക്കണം എന്നാലോചിക്കായിരുന്നു.
ആ ആലോചനയിൽ ഞാൻ ഒരു തീരുമാനമെടുത്തു. സത്യം പറഞ്ഞ സാർ എന്താ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരി, എങ്കിൽ തനിക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈ വണ്ടി അടുത്ത ജംഗ്ഷനിൽ ചെന്നിട്ട് വലത്തോട്ട് തിരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് രാത്രി മുതൽ താൻ താമസിക്കുന്നത് വർമ്മൻ വില്ലയിലാണ് എന്നോടൊപ്പം. അമ്മേ, ക്ഷേത്ര ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ? മോളെ, മോൾക്ക് സന്തോഷമായോ? എന്റെ ഉദ്ദേശം നടന്നില്ല അമ്മ. അല്ല, ഇനി ഒരുപാട് പൂജകളും വഴിപാടുകളും ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നടന്നില്ല എന്ന് പറയായിരുന്നു. എന്തായാലും തൊഴാൻ പറ്റിയത് തന്നെ ഭാഗ്യമല്ലേ. പിന്നെ കുറെ ദിവസം കൂടിയിട്ടല്ലേ നീ വീട്ടിലേക്ക് വരുന്നത്. അതും ഇവിടുന്ന് പോയതിന്റെ ഒരു വിഷമങ്ങളും ഇല്ലാതെ. നിന്നെ കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് പകുതി ആശ്വാസമായി. ഒരു മിനിറ്റ്. രാജാറാം സാറിന്റെ കാലിന് എന്ത് പറ്റി? അതെന്തോ ആക്സിഡന്റ് ആയതാന്നാ പറഞ്ഞത്. ആക്സിഡന്റോ? രാജാറാം സർ, കാലിന് എന്താ പറ്റിയത്? അത് ഒരു ആക്സിഡന്റ് പറ്റിയതാ മാഡം. എന്ത് ആക്സിഡന്റ്? അതൊന്നും ശ്രീലക്ഷ്മി കാര്യമൊക്കെ ഉണ്ട്. ഇത് ഇവന് ഇടക്കിടക്ക് പറ്റുന്നത്. ഇതൊക്കെ ഇവന്റെ പ്രൊഫഷന്റെ ഭാവമല്ലേ. അതിന് നമ്മൾ രണ്ടാളും ഇന്നലെ മുതൽ ഇവിടെ ഇല്ലായിരുന്നു. നമ്മുടെ കൂടെ വന്ന സെക്യൂരിറ്റീസും. സാർ ഇല്ലാത്ത സമയത്ത് രാജാറാം സാറിന് എങ്ങനെ പരിക്ക് പറ്റി? എന്നിൽ നിന്നൊന്നും ഒളിക്കണ്ട, എല്ലാം എനിക്കറിയാം. സാറ് കാരണല്ലേ രാജാറാം സാറിന് ഇത് സംഭവിച്ചത്. ശ്രീലക്ഷ്മി, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ കാരണം രാജാറാമിന് എന്ത് സംഭവിച്ചു? പിന്നല്ലാതെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയാണോ സാറ് കഷ്ടപ്പെടുന്നത്? രവി സാറിനും ഈ കുടുംബത്തിനും വേണ്ടിയല്ലേ? നമ്മൾ രണ്ടാളും അമ്പലത്തിലേക്ക് പോയ സമയത്ത് ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടായി. അതല്ലേ രാജാറാം സാറിന് കാലിന് വയ്യാണ്ടായത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇവിടെ ശരിക്കും പ്രശ്നം ഒരു പെണ്ണ. അതിനൊരു പരിഹാരം ഉണ്ടാക്കിയാൽ പ്രശ്നങ്ങളെല്ലാം തീരും. അതാണ്. സർ, ആളിനെ കണ്ടെത്തി. ഗുഡ്. വെയിറ്റ് ദേർ. അവളെ നിങ്ങൾ കണ്ടുവെന്ന് അവൾക്കൊരു സംശയം തോന്നാൻ പാടില്ല. ഇന്ന് തന്നെ തീരണോ അവൾ? ഇത് അവളുടെ അവസാനത്തെ ദിവസമായിരിക്കണം. ഓക്കെ സർ. എന്നെ ഇവിടെ എത്തിച്ചതും വീണ്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കാത്ത മുഖങ്ങൾ കാണാൻ കാരണവുമായ നിമിത്തത്തെ ഞാൻ എന്ത് അർത്ഥത്തിലാണ് കാണേണ്ടത്? ഇത്രയും കാലം ഞാൻ ജീവിച്ചത് ശത്രു സംഹാരത്തിനാണ്. അതിനായാണ് എന്നെ ഇവിടെ എത്തിച്ചതെങ്കിൽ എന്റെ വഴികളിൽ നീ തുണയാവണം. ആ രവിചന്ദ്രവർമ്മൻ മരിക്കണം. എന്റെ ചേച്ചിയുടെ ആത്മാവിന് നിത്യശാന്തി ഉണ്ടാവണം.
കാലിലെ മുറിവ് ഉണങ്ങിയിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ വേദന സാറിന്റെ മനസ്സിലാണ്, അല്ലേ? ഏതോ ഒരു സ്ത്രീ ഓഫീസിൽ അതിക്രമിച്ചു കയറുന്നു. രാജാറാം സർ വന്ന് എല്ലാവരെയും വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. പിന്നെ സാറിനെ കാണുന്നത് ഈ കോലത്തിൽ. ഇവിടുത്തെ പ്യൂണിന് തോന്നുന്ന അതേ സംശയം വൈസ് പ്രസിഡന്റിനും ഉണ്ട്. ഏതായാലും വന്നത് അങ്ങനെ ഏതോ ഒരു പെൺകുട്ടിയല്ല. പക്ഷെ അത് ആരാണെന്ന് എനിക്കറിയില്ല. അതിന് സാറ് തന്നെ ഉത്തരം പറയണം. മാഡം എന്നെ ചോദ്യം ചെയ്യുവാണോ? അല്ല, ആർക്കും തോന്നുന്ന ഒരു ന്യായമായ സംശയം. സംശയമായാലും ചോദ്യം ചെയ്യലായാലും അത് വേണ്ട മാഡം. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ എന്തിനാ ഇടപെടുന്നേ? ആർക്കാവശ്യമില്ലാത്ത കാര്യങ്ങൾ? ഈ സംഭവങ്ങൾ അത് എന്ത് തന്നെ ആയാലും അത് നടന്നിരിക്കുന്നത് ഈ ഓഫീസിലാണ്. എന്റെ മേലധികാരികളുടെ ആബ്സെൻസിൽ ഐ ആം ദ അതോറിറ്റി. ഇവിടെ എന്തെങ്കിലും സംഭവിച്ചാ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. അപ്പൊ പിന്നെ എനിക്കും അതറിയാനുള്ള അവകാശം ഉണ്ട് രാജാറാം സർ. അങ്ങനെ ഓഫീസിൽ അധികാരം വച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസറാണ് മാഡം. സെക്യൂരിറ്റി ഓഫീസറെക്കാളും എത്രയോ മുകളിലാണ് വൈസ് പ്രസിഡന്റ് എന്ന് രാജാറാം സാറിന് ഞാൻ ഇനി പറഞ്ഞു തരണോ? ഇത് നമുക്ക് വലിയൊരു തർക്കത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല മാഡം. സിമ്പിളായിട്ട് ഞാൻ മാഡത്തിന് പറഞ്ഞുതരാം. ഈ ഓഫീസിലോ വീട്ടിലോ എന്ത് സംഭവിച്ചാലും അത് ഇവിടത്തെ CEO രവിചന്ദ്ര വർമ്മൻ സാറിനെ സംബന്ധിക്കുന്ന കാര്യമാണ്. നമ്മളൊക്കെ അദ്ദേഹത്തിന്റെ ശമ്പളക്കാര്. അത് കൃത്യമായി കിട്ടുന്നുമുണ്ട്. അത് അവനവന്റെ ജോലിക്ക് കിട്ടുന്ന പ്രതിഫലമാണ്. അപ്പോ ഞാനും മാഡവും നമ്മുടെ ജോലികൾ മാത്രമാണ് ചെയ്യേണ്ടത്. അതിനപ്പുറത്തേക്കുള്ളതൊന്നും മാഡത്തിന്റെയോ എന്റെയോ വിഷയമല്ല. പിന്നെ ഇപ്പൊ ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനായിട്ട്. ഞാൻ മാഡത്തിനൊരു ജോലി ഏൽപ്പിച്ചിരുന്നു. ശ്രീലക്ഷ്മി മാഡത്തിന് വീണ്ടും രവി സാറിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒന്ന് അഭിനയിക്കണമെന്ന ജോലി. ഇനി അതിന്റെ ആവശ്യമില്ല. സാറിന് മനസ്സിലാകാൻ കുറച്ചുകൂടി ലളിതമായി പറഞ്ഞുതരാം. കുട്ടികൾ അറിയാതെ ചില തെറ്റുകൾ ചെയ്യുമ്പോൾ അവരെ ദുർഗുണ പരിഹാര പാഠശാലയിലേക്ക് പറഞ്ഞയക്കുന്നത് കണ്ടിട്ടില്ലേ? അതെന്തിനാണെന്ന് അറിയോ സാറിന്? അവര് ചെയ്ത തെറ്റ് മനസ്സിലാക്കി ഇനിയും അത് ചെയ്യാതിരിക്കാനും നേർവഴിയിൽ നടക്കാനും വേണ്ടിയാ. അങ്ങനെ ഒരു ദുർഗുണ പരിഹാര പാഠശാലയിലാണ് രവി സാർ ഇപ്പോ. അതും കഠിനമായ ശിക്ഷ അനുഭവിച്ചുകൊണ്ട്. അവിടെ നിന്നും സാറിനെ മോചിപ്പിക്കും ഈ സാൻഡ്ര. എന്നിട്ട് മഴവില്ലഴകിൽ 7 നിറങ്ങളുള്ള ജീവിതം എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ തെളിയിച്ചു കൊടുക്കും. അപ്പോ ചുരുക്കി പറഞ്ഞ സാന്ദ്ര മാഡം പഴയ ആളായി കച്ചമുറുക്കി കഴിഞ്ഞു എന്നർത്ഥം. നോ ഡൗട്ട്. രാജാറാം സാറിന് ഈ പെൺകുട്ടികളുടെ മനസ്സ് അറിയാത്തതുകൊണ്ടാ. രാജാറാം സാർ പറയുന്നത് പോലെ അഭിനയിക്കാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് എനിക്ക്. ഞാനന്ന് സാറിനോട് സമ്മതിച്ചത് എനിക്ക് രവി സാറിന് ഇഷ്ടമായതുകൊണ്ട് തന്നെയാണ്. രാജനന്ദിനിയുടെ ഇല്ലായ്മയിൽ ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മിയുടെ ഇല്ലായ്മയിൽ സാൻഡ്ര. അങ്ങനെയാണല്ലോ നടന്നു വരുന്ന കീഴ്വഴക്കം. ശ്രീലക്ഷ്മി ഇല്ലെങ്കിൽ നറുക്കെനിക്ക്. കീഴ്വഴക്കത്തിനും ഭാഗ്യത്തിനും അപ്പുറം അതെന്റെ അവകാശമാണ്. തന്നില്ലെങ്കിൽ പിടിച്ചു വാങ്ങും ഈ സാൻഡ്ര. മതി മാഡം. ഇതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. മാഡം രണ്ടും കൽപ്പിച്ച. പക്ഷേ ചെറിയൊരു വിശ്വാസക്കുറവ് എനിക്കുണ്ട്. അവസാനം രവി സാറിനെ കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ. മാഡം പറഞ്ഞ അവകാശം നിഷേധിക്കുമോ എന്ന കാര്യത്തിൽ. അവകാശം എന്ന് പറഞ്ഞത് എനിക്ക് സാറിനോടുള്ള ഇഷ്ടത്തിന്റെ കാര്യമാണ്. ശ്രീലക്ഷ്മിയേക്കാൾ കൂടുതൽ ഞാൻ രവി സാറിനെ സ്നേഹിക്കുന്നു എന്ന അവകാശം. ഇതിന്റെ എല്ലാ അവസാനം
രവിചന്ദ്രവർമ്മൻ സാൻഡ്രയ്ക്ക് സ്വന്തം. രേഖ മാഡത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഒന്നിൽ പിഴച്ചാൽ 3, സ്ഥായിയായ 3. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മാഡം. 1നും 3നും ഇടയിൽ ഒരു 2 ഉണ്ട്. ആ 2 വളരെ പ്രത്യേകതയുള്ള 2ആണ്. അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരട്ട മുഖമുള്ള 2. മാഡം ഇപ്പൊ ചിന്തിക്കുന്നത് തന്നെയാ ഞാൻ പറഞ്ഞത്. 2 അത് അപകടകാരിയാണ് മാഡം. 2 ഡേഞ്ചറസ്. അതുകൊണ്ട് തന്നെ 2ന് പകരക്കാരിയാവാൻ ഒരിക്കലും 3ന് സാധിക്കില്ല. സാന്ദ്ര മാഡം പഴയ ആളായതുപോലെ ശ്രീലക്ഷ്മിയെ പഴയതാക്കരുത്. അത് അവനവന്റെ തന്നെ കുഴി വെട്ടുന്നതിന് തുല്യമാണ്. മോൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഞങ്ങളുടെ വീട് ഇവിടെ അടുത്താ. മോൾക്ക് അവിടെ കുറച്ചു നേരം വിശ്രമിക്കാം. കാലിന്റെ വേദന ഭേദമാകുമ്പോ മോൾക്ക് പോകാം. ഇപ്പൊ തന്നെ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് എനിക്കറിയാം. ഇനിയും മോക്ക് പോകാനൊരിടയില്ലാന്ന് പറയുന്നു. ബന്ധുക്കളോ സുഹൃത്തുക്കളോ പരിചയക്കാരോ ഒന്നും ഇല്ലാന്ന് പറയുന്നു. വയ്യാത്ത ഈ കാലുമായി നീ പിന്നെ എങ്ങോട്ട് പോവും? ഞങ്ങൾ പറയുന്ന കേക്ക്. അതല്ല, ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാ, ഈ സംഭവത്തോടെ എന്റെ ജീവൻ ഇപ്പൊ ആപത്തിലാണെന്ന് മനസ്സിലായി. ഇവര് പറയുന്ന പോലെ ഇവരുടെ കൂടെ പോകുന്നതാ നല്ലത്. എന്താ മോളെ ആലോചിക്കുന്നത്? ഞങ്ങളുടെ കൂടെ വരണോ വേണ്ടതെന്നാണോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞാനൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ്, എന്താ മോളെ ഈ പറയണത്? ഞങ്ങൾക്ക് ഇതുപോലൊരു മോളുള്ളതാ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് വാ. മോള് വാ. മോളുടെ പേരെന്താ? എന്താ ശ്രീലക്ഷ്മി മാഡം, പതിവില്ലാതൊരു മോർണിംഗ് വിസിറ്റ്? എക്സ്ക്യൂസ് മീ സർ. ഹലോ മാം. ഹലോ സാന്ദ്ര മാഡം. മാഡം, CCTV റൂമിലേക്ക് ഒന്ന് വരാവോ? അത്യാവശ്യമായിരുന്നു. CCTV റൂമിലേക്കോ? എന്താ സാന്ദ്ര മാഡം, എന്തു പറ്റി? പറയാം. മാഡം ഒന്ന് വേഗം ഇവിടം വരെ വരാവോ പ്ലീസ്? ഓക്കെ മാഡം, ഞാനിപ്പോ വരാം. സർ, 1 മിനിറ്റ്. ഇതെന്താ? ഇതിലുണ്ടായിരുന്ന ഫുട്ടേജസ് ഒക്കെ എവിടെ? എന്ത് ഫുട്ടേജസ് ആണ് മാഡം? അത് 2 ദിവസം മുമ്പ് രവി സാറും മാഡവും ക്ഷേത്രത്തിൽ പോയ ദിവസം ഇവിടെ ഓഫീസിൽ അനുവാദമില്ലാതെ ഒരു സ്ത്രീ കയറിയിട്ടുണ്ടായിരുന്നു. അനുവാദമില്ലാതെ ഒരു സ്ത്രീ ഓഫീസിൽ കയറിയെന്നോ? ആരാ അത്? ആരാണെന്ന് അറിയില്ല മാഡം, പക്ഷെ അവരുടെ പെരുമാറ്റം വളരെ വിചിത്രമായിരുന്നു. ആ സ്ത്രീ വന്ന രാത്രിയിലാണ് രാജാറാം സാറിന്റെ കാലിന് മുറിവുണ്ടായത്. പക്ഷേ അത് ആക്സിഡന്റ് ആയതാണെന്നാണല്ലോ രാജാറാം സാർ എന്നോട് പറഞ്ഞത്. അല്ല മാഡം, ഓഫീസിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. CCTV ഫുട്ടേജസ് ഞാൻ ചെക്ക് ചെയ്തതാണ്. ആ ഫുട്ടേജസ് മാഡത്തിനെ കാണിക്കാനാ ഞാൻ മാഡത്തിനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതും. പക്ഷേ ഇപ്പൊ ആ ഫുട്ടേജ് ഒന്നും സിസ്റ്റത്തിലില്ല. മാഡം എന്തൊക്കെയാ പറയുന്നത്? വെയിറ്റ്, I'll explain. ചുറ്റുമുള്ളവര് ബുദ്ധിമുട്ടുമ്പോ കണ്ടില്ലാന്ന് നടിച്ചു പോവാൻ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആവില്ല. മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ഇരട്ടിയായി തന്നെ അവരിലേക്ക് തന്നെ തിരിച്ചു വരും. ഇന്നത്തെ കാലത്തും നിങ്ങളെ രണ്ടാളെയും പോലുള്ളവരെ കാണുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നവരൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാറുന്നവരാ. ശ്രീടച്ചൻ പറഞ്ഞതുപോലെ ആപത്തിലകപ്പെടുന്നവരെ സഹായിക്കുന്നത് ഒരു നന്മയല്ലേ? പിന്നെ മോള് പറഞ്ഞത് ശരിയാ. നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം അങ്ങനെയായിരിക്കണമെന്ന് നമ്മളെ വാശി പിടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. നമ്മളാൽ കഴിയാവുന്നത് നമ്മൾ അങ്ങ് ചെയ്യാം. സരോജം, നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കേ. ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയി സുതയ്ക്ക് മരുന്ന് വാങ്ങിച്ചിട്ട് വരാം. അയ്യോ, അതൊന്നും വേണ്ട. ഇതിപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ. കുറച്ചുനേരം വിശ്രമിച്ചാ മാറും. മരുന്നൊന്നും വേണ്ട.
അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? അയ്യോ പ്ലീസ്, നിങ്ങൾ രണ്ടുപേരും എനിക്ക് വേണ്ടി ഇനിയും ബുദ്ധിമുട്ടുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുനേരം ഒന്ന് വിശ്രമിച്ച മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്നാലും ശ്രീടച്ച, കുട്ടി പറയുന്നതിലും കാര്യമുണ്ട്. ഞാനേ കുറച്ച് വെള്ളം ചൂടാക്കാം. ഒന്ന് ചൂട് പിടിച്ചാ മാറാവുന്ന പ്രശ്നമേ ഉള്ളൂ. വേദനയൊക്കെ വേഗം മാറിക്കോളും. അയ്യോ അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവാന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് കളമോളെ. എന്റെ മോൾക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കില്ലേ? മോൾ അങ്ങനെ കരുതിയാ മതി. മോൾ ഇവിടെ ഇരിക്കെ. വാ ശ്രീടച്ച. ഇവരോട് എന്തെങ്കിലും പറഞ്ഞ് എത്രയും വേഗം ഇവിടുന്ന് മടങ്ങണം. സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് എത്തിയില്ലെങ്കിൽ ജീവന് തന്നെ ആപത്താണ്. ആ, എന്തായാലും ഒരു നല്ല കാര്യം ചെയ്തല്ലോ. അല്പം താമസിച്ചാലും സാരയില്ല. അല്ലെങ്കിൽ ഈ കടയൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോകാനോ സൗകര്യാർത്ഥം നിൽക്കാനോ പറ്റില്ല. അതിനെവിടെ പോകാനിരിക്കുന്നു? ആ, അതും ശരിയാ. ആ, നമ്മളധികം യാത്രയും ചെയ്തിട്ടില്ല അല്ലേ സരോജം? അവസാനമായി നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്ത് എപ്പോഴാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? രായ്ക്ക് രാമാന ആ ഉന്തുവണ്ടി കൊണ്ട് പഴയ വാടക വീട്ടിൽ നിന്ന് ഇവിടേക്ക്. അതല്ലടി ഞാൻ പറഞ്ഞത്, നമുക്ക് ദൂരയാത്ര പോകണമെന്ന്. ബെസ്റ്റ്. നടന്നത് തന്നെ. നടക്കുകയൊക്കെ ചെയ്യും. എന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. അതെ, അത്യാവശ്യമായിട്ട് വേണ്ടതേ ഇവിടെ നമ്മളെ സഹായിക്കാൻ ഒരാളെയാ. ഇവിടെ ഇപ്പൊ എന്തിനൊരു സഹായി? നമ്മൾ ഇതുപോലെ താമസിച്ചാലോ നമ്മൾ എവിടേക്കെങ്കിലും പോയാലോ വന്ന് കട തുറക്കാനും ഉത്തരവാദിത്തോടെ കാര്യങ്ങൾ ചെയ്യാനും. മാത്രമല്ല, എനിക്ക് കാലിന്റെ മുട്ടുവേദന ഇപ്പൊ കൂടുന്നുണ്ട്. കുറെ നേരം ഒറ്റ നിപ്പ്. എക്സ്ക്യൂസ് മീ മാഡം. ഡെസ്പാച്ച് സെക്ഷനിലേക്ക് കൊടുത്തോളൂ. ശരി മാഡം. മാഡം, സാറെന്ത് പറഞ്ഞു? നത്തിങ് മാഡം. സാന്ദ്ര മാഡം കരുതിയതുപോലെ പ്രശ്നങ്ങളൊന്നുമില്ല. രാജാറാം സാറിന് എന്തോ ആക്സിഡന്റ് ഉണ്ടായതാ. മാഡം അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. ബട്ട് മാം, ആ CCTV ഫുട്ടേജസ് സ്റ്റാഫ് പറഞ്ഞത് ശരിയായിരിക്കാനും സാധ്യതയുണ്ട് മാഡം. ആ ഫുട്ടേജ് ഡിലീറ്റ് ആയത് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ആ സ്ത്രീ, അവര് വഴിമാറി വന്ന ആരെങ്കിലും ആയിക്കൂടെ മാഡം? ഒരിക്കലും അല്ല മാഡം. ആ ലേഡിയുടെ പെരുമാറ്റങ്ങളില് എന്തോ പന്തികേടുണ്ടായിരുന്നു. വേണ്ട മാഡം, അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ഊഹിച്ചോരെന്നും പറയാൻ എളുപ്പമാണ്. പക്ഷെ അങ്ങനെ ഓരോ പ്രശ്നങ്ങൾക്കും പിറകെ സഞ്ചരിക്കാൻ തുടങ്ങിയാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്റെ അനുഭവങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ. സാന്ദ്ര മാഡം സമാധാനായ ജോലികൾ തുടർന്നോളൂ. പക്ഷെ മാഡം, പ്ലീസ് സാന്ദ്ര മാഡം, എനിക്ക് കുറച്ച് അർജന്റ് വർക്ക്സ് ഉണ്ട്. സോ ഓക്കെ മാഡം. രവി സാർ ഇപ്പൊ എന്നോട് പറഞ്ഞത് മുഴുവൻ കള്ളമാണ്. ആ കള്ളം തന്നെയാണ് ഞാൻ സാന്ദ്ര മാഡത്തിനോട് പറഞ്ഞതും. സാറിനോടത് ചോദിച്ച് മനസ്സിലാക്കണം. അതിന് പറ്റിയ സമയവും സ്ഥലവും ഇതല്ല. നിങ്ങളായിരുന്നോ? എന്താ മോളെ, എന്തു പറ്റി? എന്താ മുഖമല്ലാതിരിക്കുന്നത്? ഞാനേ എത്ര തവണ ഡോറെ തട്ടിന്നറിയാമോ? എന്താ തുറക്കാൻ ഇത്ര താമസിച്ചത്? പാവം കിടന്നുറങ്ങിപ്പോയതായിരിക്കും സരോജം. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ കാലിന് വേദന?
കുറവുണ്ടോ? മരുന്നെന്തെങ്കിലും വേണോ? അയ്യോ, മരുന്നൊന്നും വേണ്ട. ഇപ്പോ നല്ല ആശ്വാസമുണ്ട്. വേദന നന്നായി കുറഞ്ഞു. വളരെ സന്തോഷം മോളെ. പകല് മുഴുവൻ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞു അല്ലേ? അയ്യോ, ഒരിക്കലുമില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം സമാധാനമായിരുന്നു എന്ന് വേണം പറയാൻ. നിങ്ങൾ രണ്ടുപേരും ചെയ്ത ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇറങ്ങാനോ? എങ്ങോട്ടാ മോള് പോകുന്നത്? പോകാനൊരു ഇടമില്ലെന്ന് പറഞ്ഞു. സ്വന്തമായോ ബന്ധുക്കളായോ ആരും ഇല്ലെന്നും പറഞ്ഞു. പിന്നെ മോൾ എങ്ങോട്ടാ പോകുന്നത്? ആരും ഇല്ലാത്തവർക്ക് ആശ്രയമായി ദൈവം ഉണ്ടാവുന്നല്ലേ. എവിടേക്കെങ്കിലും പോകാതെ പറ്റില്ലല്ലോ. പോകണം, അത്രയുള്ളൂ ഇപ്പൊ എന്റെ മനസ്സില്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ മോളെ? ഒരു പെൺകുട്ടി അർദ്ധരാത്രിയിൽ ഒറ്റയ്ക്ക് എങ്ങോട്ടൊന്നില്ലാതെ യാത്ര ചെയ്യുന്നത് ശരിയാണോ? മോൾ ഇന്നിവിടെ താമസിച്ച് നാളെ പോയാ മതി. ശ്രീടച്ചാ, ശ്രീടച്ചനെന്തായി പറയുന്നത്? ഞാൻ പറഞ്ഞ ശ്രീടച്ചൻ മറന്നോ? സുധ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ കൂടെ ഇവിടെ ഈ വീട്ടിൽ താമസിക്കും. ആ സന്തോഷ വാർത്ത നിങ്ങൾ സുധയോട് പറയുന്നോ അതോ ഞാൻ പറയണോ? അല്ല സരോജം, സുധയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? എനിക്ക് മനസ്സിലായില്ല.